ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പൊ മക്കളെ, നിങ്ങൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മുടെ ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് മുഴുവൻ ഇക്വേഷൻസും ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. സോ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ ഉണ്ട്. 8 ചാപ്റ്റർ ഉണ്ട് നമുക്ക് പഠിക്കാൻ, 8ഉം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യും അല്ലെ. ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, ഇലക്ട്രിക് കറണ്ട്, ധാരാവൈദ്യുതി അല്ലെ. നമുക്ക് കുറച്ചൊക്കെ ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഇക്വേഷൻ ആണ് കറണ്ട് കണ്ടുപിടിക്കാൻ. കറണ്ടിന്റെ യൂണിറ്റ് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപെയർ കേട്ടോ. ആംപെയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. ചാർജ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ് കേട്ടോ. കൂളോം. പൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അത് കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയും. വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുമ്പോൾ വർക്കാണ്, ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്. വർക്കിന്റെ യൂണിറ്റ് നമുക്കറിയാം ജൂൾ ആണ് അല്ലെ. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ് കേട്ടോ. വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓംസ് ലോ അല്ലെ. ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഓംസ് ലോ എന്നുള്ളതാണ്. ഓം നിയമം എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ സാധാരണ പഠിക്കുക. അയ്യര് വെജിറ്റേറിയൻ എന്ന് പറയും. അതിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് 6 കണ്ടെത്താം. 6നെ മാത്രം അവിടെ നിർത്താം. കൂടെയുള്ള അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുക വി ബൈ ആർ. പിന്നെ എന്താ കണ്ടുപിടിക്കുന്നത്? R എന്ന് വരും വി ബൈ ഐ കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻസ് മുഴുവനായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ വി സിക്വൽ ടു ഐ ആർ, ഐ സിക്വൽ ടു വി ബൈ ആർ ആൻഡ് ആർ സിക്വൽ ടു വി ബൈ ഐ. ആ രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, വി എന്താ നമുക്കറിയാം, വോൾട്ടേജ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുക അല്ലെ. രണ്ടും അത് സെയിം ആണ് കേട്ടോ. പിന്നെ ഐ കറണ്ട് ആണ്. ആർ എന്ന് പറയുമ്പോൾ പുതിയതാണ് അല്ലെ. അതാണ് റെസിസ്റ്റൻസ്, പ്രതിരോധം എന്ന് പറയും. അതായത് ഇത് ആക്ച്വലി കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളാണ്. കറണ്ടിനെ ഒബ്ജക്റ്റ് ചെയ്യുക, അതാണ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓം എന്നാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? വി ബൈ ഐ ആണ് കേട്ടോ. വി ബൈ ഐ. നെക്സ്റ്റ്, റെസിസ്റ്റർ. അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഡിവൈസ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റെസിസ്റ്ററിനെ നമുക്ക് 2 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. സീരീസ് എന്ന് പറയാൻ മലയാളത്തിൽ പറയാം ശ്രേണി രീതി എന്നാട്ടോ പറയാ. മറ്റൊന്നാണ് പാരലൽ ആയിട്ട്, അതായത് സമാന്തര രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ ഒരു മാലയിൽ നമ്മൾ എങ്ങനെയാ മുത്ത് കോർത്തിടുക, ഒരു മുത്ത് കഴിഞ്ഞാൽ അടുത്ത മുത്ത്, അങ്ങനെയാണ് അല്ലെ. അപ്പൊ അതുപോലെ കണക്ട് ചെയ്യുന്നതാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സമാന്തരം എന്ന് പറയുന്നത് ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് സമാന്തര രീതി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ രണ്ടും മനസ്സിലാക്കി വെക്കണം. ഇതിൽ നമ്മളോട് ഇപ്പൊ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാണ് ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. R1 പ്ലസ് R2 ചെയ്താൽ മതി കേട്ടോ. R1 പ്ലസ് R2. R1ഉം R2 ആഡ് ചെയ്യും. R1 പ്ലസ് R2 മറന്നു പോകരുതേ. ഇനി അതുപോലെ തന്നെ സമാന്തര രീതിയിലാണെങ്കിൽ വേറൊരു ഇക്വേഷൻ ആണ് R1 by R total is equal to 1 by R1 plus 1 by R2 എന്നുള്ള രീതിയിലാണ് ഈ ഇക്വേഷൻ പോവാം. അപ്പൊ മറന്നു പോകരുത് കേട്ടോ. ഇപ്പൊ 2 രീതിയാണ്, സീരീസും പാരലലും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. 2 ഇക്വേഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് വർക്കിന് ഒന്നെന്ന് പറയുന്നത് W = F × S, മറ്റൊന്ന് W = mgh. ഇത് എപ്പോഴാണ് കൊടുക്കാന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാന്തരം, പിന്നെന്താ നിരങ്ങി നീക്കി, അങ്ങനെയുള്ളതൊക്കെ ചോദിക്കും. അതായത് ഇങ്ങനെ ചെയ്യുന്ന ഹോറിസോണ്ടലി നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W = F × S ആണ്. എന്നാൽ താഴെ വീണ ഒരു സാധനത്തെ നമ്മൾ മുകളിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ കുത്തനെയാണ് വർക്ക് ചെയ്യുക അല്ലെ. അതായത് ഹൈറ്റിൽ ചെയ്യുന്ന വർക്ക്. നമ്മൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം, റേസ്ഡ്, ലിഫ്റ്റ് എന്നൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് W = mgh. മാറിപ്പോവരുത്, മറന്നു പോകരുത്. നെക്സ്റ്റ് നമുക്ക് എനർജി ആണ്. എനർജി 2 ടൈപ്പ് എനർജിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് EP = mgh. കൈനറ്റിക് എനർജി, ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 12mv². മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ്, പവർ.
പവർ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കുക വർക്ക് ബൈ ടൈം, അല്ലെങ്കിൽ നമ്മൾ എനർജി ബൈ ടൈം എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് അറിയാത്തത് പവറിന്റെ യൂണിറ്റ് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ് കേട്ടോ. എന്താണ്? വാട്ട് ആണ്. ഓക്കെ, അത് മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് ബോയന്റ് ഫോഴ്സ് അല്ലെ, പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും വെറും 2 പഠിക്കാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് പ്ലവക്ഷമ ബലം, ബോയൻസി ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. അത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് ചെയ്താൽ മതി കേട്ടോ. എയറിലുള്ള വെയിറ്റിനെ ലിക്വിഡിലുള്ള വെയിറ്റിനെ കൊണ്ട് മൈനസ് ചെയ്താൽ അവിടെയുള്ള ബോയന്റ് ഫോഴ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കുള്ളത് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയാണ്. എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? വസ്തുവിന്റെ സാന്ദ്രതയെ ജലത്തിന്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത കിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നിങ്ങളോട് പറയാണ് 789 കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് സാന്ദ്രതയുള്ള ഒരു വസ്തുവിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ്. ആ സാന്ദ്രത തന്നിരിക്കുന്ന 789 ജലത്തിന്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ജലത്തിന്റെ സാന്ദ്രത ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരാതിരിക്കൂല കേട്ടോ. ഇനി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് 1000 ആണ്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടെത്താം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. വെയിറ്റ് കണ്ടുപിടിക്കാൻ ഒരിക്കലും മറന്നുപോയത് W = m/g ആണ് കേട്ടോ. നെക്സ്റ്റ് സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണ് എല്ലാവർക്കും. ബിക്കോസ് നോ ഇക്വേഷൻ അല്ലെ, ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനില്ല. ഭയങ്കര രസകരമായിട്ട് പഠിക്കാനുള്ള തിയറികൾ മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം കണ്ടെത്താനുള്ള ഇക്വേഷൻ. F = g × m1 m2 ഡിവൈഡഡ് ബൈ d² കേട്ടോ. ഇതിൽ ഈ G എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇതിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ നിങ്ങൾ കേട്ടാൽ ഞെട്ടോ നോക്കാം. ആ ജീന്റെ വാല്യൂ ആണ്. ആ ജീന്റെ വാല്യൂ മനസ്സിലാക്കി വെക്കണേ. 6.67 × 10⁻⁻11 എന്നാണ് കേട്ടോ. അതിന്റെ വാല്യൂ -11. ഇതാണ് അജീന്റെ വാല്യൂ. അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സ്മോൾ ലെറ്റർ g, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളെ ഭൂമിയിൽ ഏത് വസ്തുവിനെ ഒരേ ഹൈറ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാലും അത് ഒരുപോലെയാണ് താഴേക്ക് വീഴുക. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഭൂമി എല്ലാത്തിലും കൊടുക്കുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അത് 9.8 ആണ് കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് gm/r². ഇത് സാധാരണ നിങ്ങളോട് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ എന്നാലും ഇതാണ് ഇക്വേഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി. നെക്സ്റ്റ് നമ്മളുടെ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. W = m/g ആണ്. ഈ G എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ കണ്ടെത്തിയില്ല, 9.8 ആണ്. നമ്മുടെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും പലതാണ് കേട്ടോ. മൂണിലുള്ള G അല്ല, എർത്തിലുള്ളത്, ജുപ്പിറ്ററിലുള്ളതല്ല, മാർസിലൊക്കെ എന്താണ് ഡിഫറെന്റ് ആണ്. ഇനി മൂണിലെ G കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എർത്തിലെ Gനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മളോട് വെയിറ്റ് ഓൺ മൂണ് ചോദിക്കാറുണ്ട്. മൂണിലെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മുടെ എർത്തിലെ വെയിറ്റിനെ 6 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അത്ര കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി. ഇനി അടുത്ത ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ ആദ്യം ഫോഴ്സിനെ കുറിച്ച് പഠിക്കണം. ഫോഴ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ F = m/a ആണ് കേട്ടോ. നെക്സ്റ്റ് മൊമെന്റം, P എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. P = m/v, മാസ് × പ്രവേഗം, മാസ് × വെലോസിറ്റി. നെക്സ്റ്റ് ചേഞ്ച് ഇൻ മൊമെന്റം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. അപ്പൊ ആദ്യ മൊമെന്റും അന്ത്യ മൊമെന്റും ഒക്കെ ഇവിടെ വേണം കേട്ടോ. ഇനീഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റം. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ P final - P initial, അതായത് അവസാന മൊമെന്റം മൈനസ് ആദ്യ മൊമെന്റം. അപ്പോൾ അവസാന മൊമെന്റം എന്ന് പറയുമ്പോൾ m/v ആണ്. PI എന്ന് പറയുമ്പോൾ m/u ആണ് കേട്ടോ. വ്യത്യാസം മനസ്സിലായല്ലോ? ഒരു വ്യത്യാസം എന്താണ്? വെലോസിറ്റികളിൽ വന്ന വ്യത്യാസമാണ് അല്ലെ. ആദ്യം എന്ന് പറയുമ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി, അന്ത്യം എന്ന് പറയുമ്പോൾ അവിടെ ഫൈനൽ വെലോസിറ്റി വന്നു. അതാണ് മെയിൻ ഡിഫറൻസ് കേട്ടോ. നെക്സ്റ്റ് ആരാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഒരാളുടെ റേറ്റ് എന്ന് പറയുന്നത് അതിനെ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ റേറ്റ് ആണ്. സോ mv - mu ഡിവൈഡഡ് ബൈ t ചെയ്താൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? മൊമെന്റ് വ്യത്യാസ നിരക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഇമ്പൾസ് ആണ്, ആവേഗം എന്ന് പറയും. ഫോഴ്സ് I = ഫോഴ്സ് × ടൈം ആണ് കേട്ടോ. F × t എന്നാണ് പറയാ. I = F × t ആണ് കേട്ടോ. അതായത് ന്യൂട്ടൺ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് വരിക. അതും കൂടെ നിങ്ങൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം. ആൻഡ് മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kg/m/s ആണ് കേട്ടോ. ഇക്കാര്യങ്ങളും കൂടെ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കണേ. നെക്സ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്റർ
ചാപ്റ്റർ ആണ്. അതിൽ പഠിക്കാനുള്ള ഇക്വേഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യം നിങ്ങൾ സ്പീഡ്, വേഗതയെ കുറിച്ച് പഠിക്കണം. നെക്സ്റ്റ് വെലോസിറ്റി, പ്രവേഗം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതാണെന്ന് പഠിക്കണം. അടുത്തതാണ് പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. A സമം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ v മൈനസ് u ബൈ ടി. നെക്സ്റ്റ് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ u പ്ലസ് എ ടി. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് u ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നെക്സ്റ്റ് ഫൈനൽ വെലോസിറ്റിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ u സ്ക്വയർ പ്ലസ് 2a. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പൊ അതിലെ ടോട്ടൽ യൂണിറ്റ്സും കൂടെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസിന് യൂണിറ്റ് മീറ്റർ ആണ്, സ്പീഡിന് യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് ആണ്, ആക്സിലറേഷൻ ത്വരണത്തിന് യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്, റിട്ടാർഡേഷൻ മന്ദീകരണത്തിന്റെ യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സെറ്റ് ആണല്ലോ. ഇനി ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രകാശത്തിന്റെ അപവർത്തനം, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഏക യൂണിറ്റ് n=c/v. n എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. സി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അതിനൊരു വാല്യൂ ഉണ്ട് അല്ലെ, 3 × 10⁸ ആണ് കേട്ടോ. ഓക്കെ, ഇനി വി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അല്ലെ ലൈറ്റിന്റെ വെലോസിറ്റി അല്ലെ, എന്തിന്റെങ്കിലും വെലോസിറ്റി. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെയല്ല, ലൈറ്റിന്റെ വെലോസിറ്റി ഇൻ മീഡിയം, പല ടൈപ്പിലുള്ള മീഡിയത്തിൽ ഉണ്ടാകുന്ന വെലോസിറ്റി. മുകളിലുള്ളത് വാക്വത്തിലാണെങ്കിൽ ലൈറ്റ് ചിലപ്പോൾ വെള്ളത്തിലാകുമ്പോൾ വേറെ വെലോസിറ്റി ആയിരിക്കും, എയറിലാകുമ്പോൾ വേറെ വെലോസിറ്റി ആയിരിക്കും അല്ലെ. മീഡിയത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ മാറ്റം വരും. അപ്പൊ ആ വെലോസിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വി അല്ലെങ്കിൽ പ്രവേഗം. n=c/v. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന് യൂണിറ്റ് ഇല്ല. അപവർത്തനാങ്കവും അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റിയും യൂണിറ്റ് ഇല്ലാത്ത ആൾക്കാരാണെന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആൻസർ പറയണം. എനർജി, നമ്മളിപ്പോ എനർജി അല്ലെ, നമ്മൾ ഊർജ്ജത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? വർക്കിന്റെ യൂണിറ്റ് ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്തായിരിക്കും എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മക്കളെ മറക്കണ്ട, നമ്മളുടെ 100% ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ലൈവ് 7:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 7:30 മീറ്റ് ചെയ്യാം. അപ്പൊ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ലൈവ് നല്ല അടിപൊളിയാക്കണം. ഒരുപാട് കുട്ടികൾ വന്നിട്ട് ചരിത്രം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ലൈവാക്കി മാറ്റണം. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ലൈവിന്റെ കാര്യം പറയണം കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ലൈവ് ആയിരിക്കും. ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താങ്ക്സ് അല്ലാതെ വേറൊന്നും നിങ്ങളോട് പറയൂല. ഒരിക്കലും അത് നഷ്ടമാവില്ല. അത് ഞങ്ങൾ ആദ്യം ഉറപ്പ് തരാണ്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് ലൈവിൽ കാണാം.